പ്രിയപ്പെട്ടവരെ, ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതും സഭാ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളത് കേൾക്കണം. ഞാനിപ്പോൾ ചൊല്ലിയ കുർബാന എറണാകുളം രൂപതയിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നത് തന്നെ എൻ്റെ അവസാനത്തെ കുർബാനയായിരുന്നു. ഞാൻ ഈ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളാനിക്ക് എൻ്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഞാൻ ജനിച്ചു വളർന്ന കാടുവെട്ടി ഇടവക, എൻ്റെ അമ്മ, ഞാൻ ജോലി ചെയ്ത അട്ടപ്പാടി തുടങ്ങി പള്ളിപ്പുറം, ചേർത്തല മുട്ടം, അതിനുശേഷം അട്ടപ്പാടിയിലാണ് ഞാൻ പോയത്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് മറ്റൂര് എന്ന് പറയുന്ന പള്ളിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ തെക്കേ കിടങ്ങൂർ എന്ന് പറയുന്ന പള്ളിയിലുണ്ടായിരുന്നു. അതിനുശേഷം സെബ്യൂർ എന്ന് പറയുന്ന കുറച്ച് പള്ളിയിലുണ്ടായിരുന്നു. ഒരു 6 മാസം മാർട്ടിൻ ഡിബോറസ് എന്ന് പറഞ്ഞ പള്ളി, അത് ഇടവകയായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു 16 വർഷക്കാലം വാത്തുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടുത്തെ ഒരു കൊച്ചുമുറിയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ താമസിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ഇവിടെ ഒരു 5 വർഷക്കാലമായി ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ രാജി എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതൊരു സുപ്രഭാതം കൊണ്ട് ഇന്ന് ഞാൻ എടുത്തൊരു തീരുമാനം. ഇത് കാലത്ത് ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്നാൽ രാജിവെച്ച് കളയാം എന്ന് തീരുമാനിച്ചൊരു കാര്യമല്ല. ഇതിന് ഒരു 2 മാസത്തിൻ്റെ ആ തീരുമാനത്തിൻ്റെ ഒരു മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടത് 2 മാസമാണ്. ജൂലൈ 13-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ്. ജൂലൈ 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്. അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം എന്ന് എൻ്റെ മനസ്സ്, എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എൻ്റെ മനസ്സിലൊരു സന്നിഗ്ധതയുണ്ടായിരുന്നു. പക്ഷേ ആശയ്ക്ക് വിരാമമുണ്ട്. ആശയ്ക്കിന്റെ കാരണം എറണാകുളം കമലയത്തിൽ നടപ്പാക്കപ്പെട്ട ഈ കുർബാന ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഇവിടുത്തെ വചനം പങ്കുവയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തർസത്തയായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഈ പള്ളിയിൽ വരലും ഈ പ്രാർത്ഥനയും ഈ തിരുനാൾ നടത്തലും ഈ കൂദാശകളും അനുഷ്ഠാനങ്ങളും അല്ല എന്ന് നിങ്ങളോട് നിരന്തരം പറയുന്നത്. ഞാൻ അഗസ്റ്റിൻ വട്ടൂരി എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച കാര്യമല്ല. ഞാൻ ഈ ബൈബിള്, ഈ സുവിശേഷങ്ങൾ, ഈ 4 സുവിശേഷങ്ങളിൽ ഞാൻ കണ്ടെത്തിയ യേശു എന്നോട് പറഞ്ഞത്. വട്ടൂരി ദേവസ്വക്കുട്ടി എന്നെ പറഞ്ഞു പഠിപ്പിച്ചതല്ല, സെമിനാരി പറഞ്ഞു പഠിപ്പിച്ചതല്ല. അവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ഞാൻ ഈ 4 സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നതിലൂടെ ഈ 4 സുവിശേഷങ്ങളിൽ ഞാൻ കണ്ടെത്തിയ യേശു എന്നോട് പറഞ്ഞത് നിങ്ങൾ വായിച്ചാൽ അത് നിങ്ങളോടും പറയും. ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ, ആയിരക്കണക്കിന് കുർബാനകൾ, ആയിരക്കണക്കിന് ധ്യാനങ്ങൾ ബൈബിൾ കാണാപ്പാടെ നമ്മൾ പഠിച്ചു. രക്ഷയില്ല. അതാണ് സുവിശേഷ 7-ാമത്തെ 21-ാമത്തെ വാക്യം. കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ വിളിക്കുന്നു, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആലോചിച്ച് നോക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ എന്ന് മാത്രം ദൈവാനുഗ്രഹം ഒരാൾക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഒരു വൈദിക ജീവിതത്തിൽ 27 വർഷവും 6 മാസവുമായി ഒരു അത്ഭുതം പോലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, ഒരു അടയാളം പോലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഒരു അത്ഭുതവും അടയാളവും പ്രവർത്തിക്കണമെങ്കിൽ എത്രമാത്രം ശക്തി, എത്രമാത്രം ദൈവാനുഗ്രഹം ആ മനുഷ്യരെ ആർജിച്ചിട്ടുണ്ടാവും. ആയിരക്കണക്കിന് കർത്താവേ 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 ഒന്ന ചൊല്ലുന്നു, കർത്താവെ വിളിക്കുന്നു, ധ്യാനയാത്രകൾ മാറി സന്ദർശിക്കുന്നു. പക്ഷെ ഇതൊന്നും എൻ്റെ മുമ്പിൽ വരുമ്പോൾ, എൻ്റെ മുമ്പിൽ വരാനുള്ള, എൻ്റെ ശിഷ്യനായിരിക്കാനുള്ള നിന്റെ യോഗ്യതയല്ല.
എൻ്റെ വചനം പാലിക്കണം. എൻ്റെ വചനം എന്താ? അധികാരികൾ അനുസരിക്കണം എന്നുള്ളതാണോ എൻ്റെ വചനം? ആണോ? അതനുസരിച്ചാൽ നിങ്ങൾക്കെല്ലാം കിട്ടി, നമുക്കെല്ലാം കിട്ടി. എൻ്റെ വചനം എന്താണ്? ഒരു നിയമത്തിൽ ചോദിക്കുന്നത്, നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ 4 സുവിശേഷങ്ങൾ. ആരാണ് നിന്റെ അയൽക്കാരൻ? എങ്ങനെയാണ് നീ അവനെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് അവനെ ആശ്ലേഷിക്കേണ്ടത്? അവൻ ആരാണ്? നന്നായിരുന്നു, അവൻ രോഗിയാണ്, അവൻ കാരാഗൃഹത്തിൽ കിടക്കുന്നവനാണ്, അവൻ വെള്ളം കുടിക്കാനില്ലാത്തവൻ. മനോഹരമായൊരു കഥ നമ്മൾ പറഞ്ഞു. ആരാണ് നിന്റെ അയൽക്കാരൻ? ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, അങ്ങനെ കിടക്കുന്ന മനുഷ്യരാണ് നിന്റെ അയൽക്കാരൻ. അവൻ ഏതൊക്കെ പ്രദേശങ്ങളിലുണ്ടോ, ഏതൊക്കെ ദേശങ്ങളിലുണ്ടോ, അതൊക്കെ നിന്റെ സഹോദരൻ. ഞാൻ കുറെ പ്രാർത്ഥന ചൊല്ലി, ഞാൻ കുറെ കുർബാനയിൽ പങ്കെടുത്തു, ഞാൻ ബൈബിൾ കാണാപ്പാടെ പഠിച്ചു. ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റെ മുമ്പിൽ വരരുത്, എൻ്റെ മുമ്പിൽ വരരുത്. വ്യക്തമായ സന്ദേശമാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബൈബിളിലുള്ള വചനങ്ങളാണ്. അപ്പൊ ഈ വചനങ്ങൾ എവിടെ ഉള്ളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ കുർബാന, ഈ അൾത്താരഭിമുഖ കുർബാന എന്ന് പറയുന്ന ഈ പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ മെത്രാന്മാർ ചെയ്തു കൂട്ടിയ പാതകങ്ങളുണ്ട്. 2 ആഴ്ച നമ്മുടെ ജീസ് പുറകിലിരിക്കുന്നത്. ഈശോട് ചോദിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ വൈദികൻ അത്രയും ഒരിക്കപ്പോലും ആ വൈദികൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഒരിക്കലും ഒരു അധികാരി അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഭൂമി കച്ചവട വിഷയമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു ഏതെങ്കിലും തരത്തിൽ അനുസരണക്കേടിന്റെ ഏതെങ്കിലും ഒരു അംശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടെ അധികാരിയായി വെച്ചു. എന്നിട്ട് അവരെന്ത് വിചാരിച്ചു? ഇവരധികാരിയായി വെച്ച് അമ്മാനമാടി കളിക്കാമെന്ന് വിചാരിച്ചു. ഇവരെ അമ്മാനമാടി കളിക്കാൻ, ഞങ്ങൾക്ക് വട്ടം കറക്കാം, ഞങ്ങൾക്ക് ഇവരെ ഞങ്ങളുടെ കഴുത്തുമ്പിലുള്ള കുരങ്ങിനെ പോയിട്ട് അമ്മാനമാടി കളിക്കാമെന്ന് വിചാരിച്ചു. നടന്നില്ല. 2 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. എത്ര ഭീകരമായിട്ട് മാറ്റിച്ച ദിവസങ്ങൾ. ബസിലിക്ക തല്ലിത്തകർത്തു. ഏത് ഭക്താനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി അവർ നടക്കുന്ന സമയത്ത് ജനാഭിമുഖ കുർബാനക്കാര് അത് വന്ന് ചെയ്താൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു കുർബാന നടക്കുന്ന സമയത്ത് ബലിപീഠം തകർത്ത് തരിപ്പണമാക്കുക, വലിച്ചെറിയുക, അടിക്കുക, ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചു. ഞാൻ ആ മനുഷ്യരെ കുറ്റം പറയുന്നില്ല. കാരണം അവർ 100% അവരെ പറഞ്ഞു വിട്ട മെത്രാന്മാരെ വിശ്വസിച്ചിട്ടുണ്ട്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതെവിടെയാണ്? ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ? അമലേക്കർ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി സാവോള് യുദ്ധം നടത്തി തിരിച്ചു വരുമ്പോൾ യഹോവ പറയുന്നു, എന്തു പറയുന്നു? അവിടെ പലതും കാണും. നല്ല സാധനങ്ങൾ കാണും, കൊടുത്ത കാളക്കുട്ടികൾ കാണും, നല്ല മൃഗങ്ങൾ കാണാം. എല്ലാത്തിനും നശിപ്പിക്കണം. ഒന്നും നീ എടുക്കരുത്, ഒന്നും നീ തുടരുത്. അവർ നല്ല കാളകളെ, നല്ല ആടുമാടുകളെയും തിരിച്ച് ഇവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കൊണ്ടു. അവിടെ വെച്ച് ഇവരുടെ ശബ്ദം കേട്ടപ്പോൾ പ്രവാചകൻ സാമുവേലിനോട് ചോദിക്കുകയാണ്, നിന്നോട് ആര് പറഞ്ഞു ഇതിനെ തൊടാൻ, ഇതിനെ സ്പർശിക്കാൻ, ഇതിനെ കൊണ്ടുവരാൻ? അവൻ പറയാണ്, ദൈവത്തിന് ബലിയർപ്പിക്കാൻ, യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ ഏറ്റവും നല്ല കാളക്കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തി. യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നാണ്. അവിടെയാണ് പ്രവാചകൻ പറയുന്നത്, ബലിയർപ്പിക്കാനല്ല, അനുസരണമാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിന്റെ വാക്കുകൾ, പുരോഹിതന്റെ വാക്കുകൾ, അധികാരികളുടെ വാക്കുകൾ അനുസരിക്കണമെന്നല്ല പറയുന്നത്. ആരുടെ? ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കലാണ് നിന്റെ കടമ. ബലിയർപ്പിക്കരുത്. ഇതിനെയാണ് ഞങ്ങളുടെ അച്ഛന്മാരും അത്രന്മാരും നിങ്ങളുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ, നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണം, ഞങ്ങൾ പറയുന്നത് വള്ളിപ്പുള്ളി വിടാതെ അനുസരിക്കണം. ഇത് തെറ്റിദ്ധരിപ്പിച്ചത് എത്രയോ കാലങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. ഈ കുർബാന ഒന്ന് ആലോചിച്ച് നോക്കണം.
ഇത് നടപ്പിലാക്കിയിരിക്കുന്നു. ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന കാലഘട്ടം കോവിഡിന്റെ കാലഘട്ടം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ചത്തൊടുങ്ങുന്ന കാലഘട്ടം. ചികിത്സ കിട്ടാതെ, മരുന്ന് കിട്ടാതെ, വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അറിയുന്ന കാലഘട്ടം, തൊഴിൽ നഷ്ടപ്പെട്ട കാലഘട്ടം. അപ്പോഴാണ് ഇത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത്. എത്ര ക്രിമിനൽ കുറ്റമാണെന്ന് ആലോചിച്ചു നോക്കുക. എത്ര ക്രിമിനൽ കുറ്റമാണെന്ന് ആലോചിച്ചു നോക്കുക നടപ്പിലാക്കാൻ തീരുമാനിച്ച കാലഘട്ടം. ഇതെന്നിട്ട് നമ്മൾ വെറും കൈയോടെ നമ്മൾ നിൽക്കേണ്ടി വരിക. നമ്മുടെ നഗരത്തേക്ക് 99% ജനങ്ങളും വൈദികരും കന്യാസ്ത്രീകളും എറണാകുളത്ത് പല രൂപതകളിൽ, രൂപത, തൃശ്ശൂർ രൂപത, പാലക്കാട് രൂപത, മാനന്തവാടി രൂപത, താമരശ്ശേരി രൂപത, ഇതൊന്നും മഹാഭൂരിപക്ഷം വൈദികരും ജനങ്ങളും ഇത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ നെഞ്ചത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. അവിടെ ഭാഗ്യമുണ്ട്. നമ്മുടെ എറണാകുളമാരെ രൂപതയിൽ ഭൂമിക്കച്ചവടത്തിന്റെ കുംഭകോണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജനങ്ങളും വൈദികരും തമ്മിലുള്ള വളരെ ശക്തമായ ഒരു സംഘാടനം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ പറ്റാത്തത്, ഒരു പരിധി വരെ. പക്ഷേ നടപ്പിലാക്കി 17 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു വൈദികൻ, അയാളടക്കമുള്ള വൈദികരെ അതിരൂപതാ കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചു. നമ്മൾ ഓർക്കണം, നമ്മൾ പറയുന്ന രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയക്കാർ 17 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരാളും അധികാര കേന്ദ്രത്തിൽ തുടരാൻ സമ്മതിക്കില്ല. ഒരു ലൈംഗിക ആരോപണ കേസ് വന്നപ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ നേതാവ് പറഞ്ഞത്, എത്ര വലിയവനാണെങ്കിലും വെച്ചു പൊറുപ്പിക്കില്ല, എത്ര വലിയവനാണെങ്കിലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞത്. നമ്മൾ നിരന്തരം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവരുടെ അനീതിയെ നിറയടിനെ പറഞ്ഞത്. 17 കേസിലെ പ്രതികളാണ്. ബലാത്സംഗ കേസിലെ പ്രതി കുട്ടികളെ ജാനിപ്പിച്ചുകൊണ്ട് നടക്കിയ ലോകമെമ്പാടും. അയാളുടെ ഉടുപ്പില്ലായ്മയല്ല, ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, ഈ ധ്യാനം ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന മനുഷ്യർ ഉടുപ്പില്ലായ്മയും നാണമില്ലായ്മയും ധാർമ്മികതയില്ലായ്മയും ഈ സഭയിലാണ് ഞാൻ ഈ കുർബാന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കുർബാനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്നും ചിന്തിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അനുസരിക്കാനാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന് ആലോചിക്കുന്നത്. കുർബാനയ്ക്ക് വരിക, പോവുക, കുർബാനയ്ക്ക് വരിക, പോവുക. ഈ കുർബാന നടപ്പിലാക്കിയ രീതി അത്രയും അധാർമികമാണ്, അത്രയും തെമ്മാടിത്തരം നിറഞ്ഞതാണ്, ഏകാധിപത്യപരമാണ്. ഈ കുർബാന അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇതൊരു പ്രാർത്ഥനയാണ്. ഞാനിവിടെ ഒരു പ്രാർത്ഥന മാത്രമാണെന്ന് പറയുമ്പോൾ ചിലർക്ക് അസ്വസ്ഥതയുണ്ടായി. ഇതൊരു പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാൽ കാറ്റഗിസങ്ങളുടെ പുസ്തകം നമ്മൾ പഠിപ്പിച്ചത് ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ സമയം. പക്ഷേ അത് പ്രാർത്ഥന മാത്രമാണ്. ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ യേശുവിനെ വഞ്ചിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. യേശുവിനെ വഞ്ചിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. യേശു ഏത് പ്രാർത്ഥന ചൊല്ലണം, അത് എങ്ങനെ ചൊല്ലണം, ഏത് ഭാഷ ഉപയോഗിക്കണം, അതിൻ്റെ പാരമ്പര്യങ്ങൾ, ദൈവശാസ്ത്രം അതൊക്കെ കൃത്യമായിരുന്നോ വ്യക്തമായിരുന്നോ, ഇതൊന്നും യേശു ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. കുർബാന നടപ്പിലാക്കണം. അതെങ്ങനെ? പോലീസിനെ വെച്ച്, വൈദികരെ വലിച്ചെടുത്ത്, ജനങ്ങളെ തെരുവിൽ തമ്മിലടിപ്പിച്ചിട്ടുള്ള നടപ്പിലാക്കുന്നത്. ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മനസാക്ഷി, എൻ്റെ മനസാക്ഷി വെറുതെ ഉണ്ടാക്കിയ മറ്റൊരു ദേവസ്ഥ ഉണ്ടാക്കി തന്ന മനസാക്ഷിയല്ല. യേശു എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് ഉണ്ടാക്കി തന്ന മനസാക്ഷിയിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്യാതിരുന്നാൽ ഈ ഇടവയ്ക്ക് ഞാനിത് തീരുമാനിക്കാനുള്ള കാരണം, ഒരു പക്ഷേ ഞാൻ ഈ തീരുമാനം ഈ വർഷത്തിൻ്റെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടിപ്പോകുന്ന ഒരു അവസരത്തിൽ ഞാൻ എടുക്കുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഞാൻ തീരുമാനിച്ചു, ഈ ഇടവയ്ക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ദിവസം ഞാൻ രാജിവെക്കും. അതാണ് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ജൂലൈ മാസം 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇടവകയിൽപ്പെട്ട ഒരാൾ അൾത്താരാവിന്റെ കുർബാന എന്നാണ് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ കുർബാനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആ നിമിഷത്തിൽ ഞാൻ തീരുമാനമെടുത്തു. പിന്നെ പെട്ടെന്ന് ചാടി ഞാനത് ചെയ്യേണ്ട തീരുമാനിച്ചത് ഒന്നും. ഞാൻ പണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ജയിൽ പ്രദേശങ്ങളിലൂടെയൊക്കെ നടന്ന് വന്ന് ഒരു പക്ഷേ വൈദിക ജീവിതം വേണമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ ഒരു ഗുരു പറഞ്ഞത്, വലിയ ആവേശമുണ്ടാകുമ്പോൾ, വലിയ തിരതല്ലുണ്ടാകുമ്പോൾ തീരുമാനം എടുക്കരുത്, അതൊന്ന് അടങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ തീരുമാനം എടുക്കാവൂ. എൻ്റെ തീരുമാനം ശരിയാണോ, തിരക്ക് പിടിച്ചിട്ടുണ്ടോ, വാശിയാണോ? ഞാൻ 10 ദിവസം എൻ്റെ മൊബൈലില്ലാതെ 90കളിൽ തുടങ്ങി ആഗ്രഹിച്ച് ഞാൻ ഈ വിപാസന തുടർന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു. മൊബൈലില്ലാതെ
പുസ്തക വായനയില്ലാതെ പരസ്പരം നോക്കാൻ പോലും പാടില്ല. മെഡിറ്റേഷൻ നടത്തുമ്പോൾ സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. 12 മണിക്കൂറാണ് നമ്മൾ ചമ്മറം പടിഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് പോയത്, ഈ തീരുമാനമെടുക്കുമ്പോൾ അത് തെറ്റരുതല്ലോ. എൻ്റെ മനസാക്ഷി എന്ന് പറയുന്നുണ്ട്, മനസാക്ഷി തന്നെയാണോ പറയുന്നത് എന്നറിയാൻ പറ്റില്ല. അതിനുശേഷം വീണ്ടും ഞാൻ 2 ദിവസം തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള ഡോക്ടർ വിജയൻ ആയുർവേദ വൈദ്യനാണ്, അവിടെയും പോയിരുന്നത് ഞാൻ വീണ്ടും ഗാഠമായിട്ട് ആലോചിച്ചു. അതിനുശേഷമാണ് ഞാൻ തീരുമാനം. ഇതിൻ്റെ വിശദാംശങ്ങൾ, ഞാൻ എന്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ളൊരു കത്ത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചാനലുകളുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിങ്ങൾ വിശദമായിട്ട് വായിക്കും. അപ്പൊ ഇത് നടപ്പിലാക്കിയ രീതി ഇതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അത് ഒരു കാര്യം. ഇത് മാത്രമല്ല, അനുചേച്ചിരിക്കുന്നുണ്ട് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ വൈദിക ജീവിതത്തിൽ ആ കുറ്റബോധത്തിൽ നിന്ന് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നെനിക്കല്ല. ഞാനിവിടെ ഇടവക വികാരി ആയി സേവനം ചെയ്ത കാലഘട്ടത്തിലാണ് 4 പേര് ആത്മഹത്യ ചെയ്തത്. പലരും എന്നോട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വൈദിക ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അവൻ വന്നില്ല? ഞാൻ തിരിച്ചു പറഞ്ഞു, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ. ഞാനൊരു കണക്ക് നോക്കുന്നു, 39 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഏകദേശം 9,000 മണിക്കൂർ ഈ പള്ളിക്കകത്ത് പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, 99 വിട്ട് അവന്റെ പിന്നാലെ പോകണം, നഷ്ടപ്പെട്ടവന്റെ പിന്നാലെ പോകണം എന്ന് പറഞ്ഞ ഗുരുനാഥന്റെ വാക്കുകൾ അന്വർത്ഥമാക്കാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് ഞാൻ അവിടെ ചെല്ലില്ല? എന്തുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലില്ല? നമ്മളോട് വീഴ്ചയാണ്. ഈ പ്രാർത്ഥനകൾ ആയിരക്കണക്കിന് എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നില്ല. ഞാൻ 2-3 ഷാജുവിനോടക്കം എന്നോട് ചോദിച്ചിരുന്നു, അയ്യോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായോ? ഈ ഇടവക സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ പേര് പറയാമോ? ഷാജു എന്നോട് പറഞ്ഞു. 2ാമത്തെ ചോദ്യം ഞാൻ ഷാജു ചോദിച്ചു, അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ നിങ്ങളെ കണക്കാക്കുന്ന മറ്റൊരാളുടെ പേര് പറയാമോ? ഞാനൊരു 10 നമ്മളോട് പേര് ചോദിച്ചു. ഈയിടവകയിലും ഇതിനു മുമ്പ് ഞാൻ ഇമ്പരത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം വിരോധം അതിശക്തമായ സമയത്ത് നമ്മുടെ സമുദായത്തിൽ അതിശക്തമാണ് മുസ്ലിം വിരോധം. അവരാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അപകടകാരൻ. ഞാൻ ഈ ചോദ്യം വെറുതെ ചോദിച്ചു, ഒരാൾക്കും വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാളില്ല എന്നുള്ളത് പുറത്തുണ്ടായിരിക്കാം. എന്നാലോചിച്ച് നോക്കണം. ഒരുപക്ഷെ ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്കറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആവർത്തിച്ച് ചോദിക്കേണ്ടതാണ്, എൻ്റെ അയൽക്കാരനോട് എന്നെ ഇത് അടുപ്പിക്കുന്നുണ്ടോ? എൻ്റെ സമ്പത്തിൽ, എൻ്റെ സമയത്തിൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ 10%, യേശുവിനോടുള്ള പ്രാണം മേടിക്കും, യേശുവിനുള്ള സ്നേഹം കൊണ്ട് 10%, 20%, 30%, 40%, 50% പറ്റുന്നുണ്ടോ? അങ്ങനെ എന്താ ഇതിൻ്റെ അർത്ഥം? ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കടുത്ത തീരുമാനം എടുക്കുമ്പോൾ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എവിടെ ഭക്ഷണം കഴിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും, എവിടെ കിടന്നുറങ്ങും എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യങ്ങളുടെ പുറത്ത് ഞാനത് ചെയ്യാതില്ല. ഞാനൊരു വയറ്റിപ്പിടപ്പുകാരനായി മാറും. വൈദിക ജീവിതം വയറ്റിപ്പിടപ്പല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ്, നിങ്ങളുടെ വിയർപ്പാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ പണിക്കൊന്നും പോകുന്നു. ഓരോ വൈദികരും എത്രാനും കഴിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ വിയർപ്പാണ്. പക്ഷെ ആ വിയർപ്പിനുള്ള വേല എന്താണ്? നിങ്ങളുടെ യേശുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്, നിങ്ങളെ പരസ്പരം അടുപ്പിക്കുക എന്നുള്ളത്. ഇത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതം അപ്രസക്തമാണ്. വൈദിക ജീവിതം അർത്ഥമില്ലാത്തതാണ്, വെറും വയറ്റിപ്പിഴപ്പാണ്. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത്. കാരണം അത്രയും അധാർമികമായി നടപ്പിലാക്കപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ മിണ്ടാതിരുന്നാൽ അതെങ്ങനെയും പോട്ടെ, താമസം, ഭക്ഷണം, ചികിത്സ, വാർദ്ധക്യങ്ങൾ, വെറുതെ ആൾക്കാരുടെ ശുശ്രൂഷ കിട്ടുമോ? ചികിത്സിക്കുന്ന നേരം DC ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാൽ മതി. ഇതുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. ഞാൻ വെറുതെ എൻ്റെ സാമ്പത്തിക ആസ്തി 27 വർഷം 8 മാസക്കാലം ഞാൻ പ്രവർത്തിച്ചു. എനിക്ക് സ്വന്തമായ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട്
എൻ്റെ പേഴ്സിലുള്ള പണമാണ് എൻ്റെ ആസ്തി. എൻ്റെ പേഴ്സിൽ ഞാൻ ഇന്നലെ വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എത്ര രൂപ ബാക്കിയുണ്ട് നോക്കിയോ? 350 രൂപയാണ് എൻ്റെ ബാക്കിയുള്ളത്. 350 രൂപ. പിന്നെ വെക്കാരൻ ജോൺസൺ ചേട്ടൻ എത്രയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ജോൺസൺ ചേട്ടൻ എനിക്ക് ബാക്കി തരാൻ ഉണ്ടാവില്ല എന്നറിയാം. 10,000 രൂപ എൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ ഞാൻ നേരത്തെ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ മാസത്തിലും എൻ്റെ യാത്രകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ വൈദികർക്ക് അതിൽ നിന്നാണ് വാങ്ങുന്നത്. എല്ലാ മാസവും അവസാനം ബാക്കിയൊന്നും ഉണ്ടാകാൻ വേണ്ടിയില്ല. ഞാൻ വെറുതെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു 30,000 രൂപ എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു 12,000 രൂപ എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ തോമസ് പെരുമായ എനിക്കൊരു 12,000 രൂപ ഒരു മൊബൈൽ വാങ്ങിക്കാറുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോൾ നല്ലൊരു മൊബൈല് വേണമെന്ന് നിരന്തരം പറഞ്ഞതിനെ വിളിച്ചിട്ട് വാങ്ങിച്ചത്. അപ്പോൾ 1000 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കാതെ വിചാരിച്ചത് അതുണ്ടാവും. 42,000 രൂപ കടന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ആകാശത്തിലെ പറവകളെ നോക്കുവാൻ, പക്ഷികളെ നോക്കുവാൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പറയിൽ ശേഖരിക്കുന്നില്ല. ഇത് വെറുതെ പറഞ്ഞതല്ല. ഈ വചനങ്ങളാണ് നമുക്ക് ആശ്വാസവും ബലവും പ്രതീക്ഷയായിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു തീരുമാനം പെട്ടെന്ന് ഈ ഇടവകയിൽ എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ ഭിന്നിപ്പിക്കാൻ, 2 തട്ടിലാക്കാൻ എനിക്ക് പറ്റില്ല. അർത്ഥമില്ലാത്ത അപ്രസക്തമായ ഒരു കാര്യത്തിന്റെ പേരിൽ ഇടവകയെ ഭിന്നിപ്പിക്കുക. എറണാകുളം കുർബാനയിൽ ഒരു മാത്രമുള്ള വൈദ്യുതി ഗതികേട്. കാലത്തൊരു കുർബാന, വൈകുന്നേരം വേറെ കുർബാന. 2 വഞ്ചിയിൽ കാലിട്ട് തന്നാൽ അത് ഇളകിപ്പോ അത് ഒളിഞ്ഞു പോകുന്ന യേശു പറഞ്ഞു. 2 വഞ്ചിയിലും എറണാകുളം രൂപതയ്ക്കാണ് കാലിടക്കേണ്ട ഗതികേട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ 100% എൻ്റെ ജീവിതം അർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. പക്ഷേ ഇടവക സമൂഹത്തിൽ വന്ന് സേവനം ചെയ്തു. എന്നെ ഫാദർ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളും എൻ്റെ ജോൺസൺ ചേട്ടനടക്കമുള്ള ആളുകൾ എന്നെ പേര് വിളിക്കാതെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് തുല്യരാണ് എന്ന ബോധം അത് സൃഷ്ടിക്കും. എനിക്കൊരു അപേക്ഷ മാത്രം, 2 അപേക്ഷ നിങ്ങളോടുള്ളത്. ബൈബിൾ നന്നായിട്ട് വായിക്കണം. യേശുവിൻ്റെ പാഠങ്ങൾ യേശുവിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. യേശു ഇന്ത്യയിൽ ജീവിച്ചിരുന്നോ എന്ന് ഒരു തിയറി, ഒരു സിദ്ധാന്തമുണ്ട്. പക്ഷേ ഞാൻ ആ മെഡിറ്റേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ യേശു ബുദ്ധിസ്റ്റുകളായിട്ടും ഇന്ത്യയിലെ ആത്മീയ ആചാര്യന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള, കാരണം നമ്മുടെ നമ്മളിലേക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ച ഞാനല്ല ഇതിന് ശേഷം നിൽക്കുന്നത്. അത്രയ്ക്ക് മാറ്റമാണ് ജീവിതത്തിൽ. ഇംപെർമനൻസ്, അനിശ്ചാതമാണ് പറയുന്നത്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരം മാറിക്കൊണ്ട് ഇത് നമ്മൾ അനുഭവിച്ചാൽ, ഇത് മനസ്സിലാക്കിയാൽ ദുഃഖങ്ങളില്ലാതാവും, ക്ലേശങ്ങളില്ലാതാവും, ആഗ്രഹങ്ങളില്ല. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കാൻ, നമ്മുടെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്നത്. യേശുവിലേക്ക് പോകണം. അച്ചാച്ച പോലെ പുരോഹിതർ വരും പോകും, പക്ഷെ അവരല്ല നയിക്കേണ്ടത് യേശുവാണ്. യേശുവിനാലാണ് മാർപ്പാപ്പയും നമ്മളും നിങ്ങളും ഒക്കെ നയിക്കേണ്ടത്. ഒരു ഉത്തരവാദിത്വം ചെയ്യുന്നത് ആഴത്തിൽ യേശുവിനെ പഠിക്കണം, മനസ്സിലാക്കണം. അതിനേക്കാൾ ഉപരി ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി സാഹോദര്യം നിങ്ങൾക്ക് പരസ്പരം ഇല്ല എങ്കിൽ ഒരു കാര്യമില്ല. ലാസറിനെ തൻ്റെ വീടിൻ്റെ തള്ളിക്കളഞ്ഞിട്ടില്ല, പുറകാരം കഴിച്ചിട്ട് തെറി പറഞ്ഞിട്ടില്ല. പക്ഷെ ധനികൻ നരകത്തിൽ അവനെ അവഗണിച്ചു എന്നുള്ളതാണ് തെറ്റ്. അവഗണിച്ചു. യേശു പറഞ്ഞത് ഏറ്റവും യുക്തിപരമായ കാര്യമാണ്, മനുഷ്യത്വപരമായ കാര്യമാണ്. വലിയ സിദ്ധാന്തങ്ങളല്ല, പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പാലിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഇനി ഒരു കുർബാന ഞാൻ ഇവിടെ ചൊല്ലില്ല, ഒരിക്കലും ഒരു സ്ഥലത്തും ഞാൻ ചൊല്ലില്ല. ഇനി ചൊല്ലുകയാണെങ്കിൽ വിചാർജിക്കൽ വേരിയന്റ്, അത് ജനാഭിമ കുർബാന ഇത് അംഗീകരിച്ചു. ഇവിടെ പ്രഖ്യാപനം എറണാകുളം മലത്തൂരിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ മറ്റെല്ലാ രോഗികളും 2 കുർബാനയും എല്ലാ രോഗികളും നടപ്പിലാക്കാം. 2 തട്ടിലുള്ള ഒരു ദൈവജനത്തെ നമുക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്പം കടുത്ത തീരുമാനം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ വേറൊരു തരത്തിൽ ഞാൻ വിഷമിച്ചിട്ടില്ല എന്ന് ഞാൻ
വചനം പ്രസംഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കടുത്ത തരത്തിലുള്ള വചന വ്യാഖ്യാനങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ സഭാകാരം അതൊന്നും വ്യക്തിപരമായി ഇപ്പം ഈ പത്രമാരല്ല ജോർജ് ആലഞ്ചേരി ബിഷപ്പും ജേക്കബ് മനത്തോടത്ത് ഇങ്ങനെ ഇവരെല്ലാവരുമായിട്ട് അഗാധമായ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ സമരങ്ങളിൽ ജോർജ് ആലഞ്ചേരി ബിഷപ്പ് ജോർജ് ആലഞ്ചേരി വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ മാത്രമല്ല പിന്നെ ബിഷപ്പ് താഴത്ത് നിൽപ്പ് സമരം നടക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചു. എനിക്ക് അതിൽ പങ്കെടുക്കണമായിരുന്നു. അതിൽ പോന്നപ്പോൾ കയറാൻ പറ്റിയില്ല, തോന്നിയില്ല. അടുത്ത പ്രാവശ്യം അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മനുഷ്യരൊക്കെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ചില ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പിന്നീട് ഒരു മാവോയിസ്റ്റായിട്ട് മാറി. മാവോയിസത്തിലൊന്നും ലോകത്തെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും അതിലൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. 12 കോടി മനുഷ്യരെ കമ്മ്യൂണിസം തച്ച് ഒന്നൊടുക്കിയിട്ടുണ്ട്. പിന്നെ ആ സിദ്ധാന്തത്തിന് എങ്ങനെയാണ് മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുക? ഒരു രക്ഷയില്ല. അത്രയും വ്യക്തികളാണെങ്കിൽ മാത്രമാണ് ഒരു സ്ഥലത്ത് കമ്മ്യൂണിസത്തിന്റെ ഏറ്റിനങ്ങളായ ചൈനയും റഷ്യയൊക്കെ മുതലാളിത്ത രാജ്യങ്ങളായി മുതലാളിത്ത കേന്ദ്രങ്ങളായിട്ട് മാറി. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂലധനത്തിന്റെ കുത്തൊഴുക്ക, പണത്തിന്റെ കുത്തൊഴുക്ക എവിടെ കമ്മ്യൂണിസം? അതൊന്നുമല്ല. നമ്മുടെ ചോദ്യങ്ങൾ അനുസരണമല്ല, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ യേശു നമ്മളെ പഠിപ്പിച്ചതേറ്റവും ഇത്ര നേരം കുറച്ച് ദീർഘമായി ഞാൻ സംസാരിച്ചു. ക്ഷമിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 വാക്ക് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത കുർബാനയ്ക്ക് വേറെ അച്ഛനാണ് കുർബാന ചൊല്ലുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും 2 വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് പറയാം. എന്തെങ്കിലും എന്നെ കുറ്റപ്പെടുത്താനോ എന്നെ ശാസിക്കാനോ നിങ്ങൾക്ക് 100% അവകാശവും അധികാരവും. ഞങ്ങളെ ശാസിക്കണം, കുറ്റപ്പെടുത്തും, മുഖത്ത് നോക്കി പറയണം. അച്ഛാ എത്രാനെ അപ്പൊക്കെ ചെയ്യുന്നത് ശരിയല്ല. അത് പറയുന്ന സമയത്ത് ആർക്കൊരു വിഷമം ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുറിയിലേക്ക് പോയി ചേട്ടൻ പറഞ്ഞത് അതിന് എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞതിന്റെ പേര് തീർച്ചയായിട്ടും ഞാനത് അതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ നിർബന്ധത്തിലാണ്. കുറ്റപ്പെടുത്തി ശാസനകൾ ഇതൊക്കെ മുഖത്ത് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അറിയില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വട്ടോളിയച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് നമ്മൾ കേട്ടത്. അച്ഛൻ കുർബാന നിർത്തുന്നു എന്നാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത്. പക്ഷെ നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കുക, അച്ഛൻ കുർബാന നിർത്തി എന്ന് പറയുന്നത് അച്ഛൻ്റെ വളരെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ദുഃഖമാണ് നമ്മളെ പ്രകടിപ്പിച്ചത്. ഈ സഭയോടും നമ്മുടെ സമൂഹത്തോടും ഉള്ള ഒരു ദുഃഖം, കഠിനമായ വേദന അച്ഛൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 1.5 കൊല്ലമായി അച്ഛൻ്റെ കൂടെ ഒരു വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ അച്ഛനെ കൂടി നടക്കാൻ തുടങ്ങിയത്. അച്ഛൻ എല്ലാവരും അച്ഛന് വേണം, അച്ഛനെയും എല്ലാവർക്കും വേണം. നിങ്ങളെല്ലാം ഒരാളും അച്ഛനെതിരെ സംസാരിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഓരോ കുടുംബത്തിലും പോയി നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ നാഥൻ എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അച്ഛനില്ലേ അനിച്ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അച്ഛനെ കാണാം, എൻ്റെ കുടുംബത്തിലേക്ക് അച്ഛൻ വരണം. അപ്പോൾ എൻ്റെ മനസ്സ് പറയും, അച്ഛനെ കാണാം, അച്ഛനാണ് അവർക്ക് വഴി. ശരിയാണ്, നമുക്കെല്ലാവർക്കും നമ്മുടെ വട്ടോളി അച്ഛനെന്ന് പറയാൻ അച്ഛൻ തന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വട്ടോളി അച്ഛൻ വരണം എന്നതാണ് എല്ലാ കുടുംബത്തിലെയും ആഗ്രഹം. ഏകദേശം 100-200 വീടുകളിലും ഞാൻ കയറിയിരുന്നു. അപ്പൊ എല്ലായിടത്തും ഈ കുടുംബ യൂണിറ്റ് വെക്കുമ്പോൾ അച്ഛൻ വരണം, അച്ഛനില്ലേ എന്ന് പെണ്ണുങ്ങളാണെങ്കിലും നമ്മുടെ കാരണന്മാരാണെങ്കിലും ചോദിക്കുന്നുണ്ട്. ചെറുപ്പിള്ളേരെ ചോദിക്കാറില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷെ വട്ടോളി അച്ഛൻ വന്ന് കയറുമ്പോഴുള്ള ഒരു സ്നേഹബന്ധം, സ്നേഹത്തിന്റെ വാക്ക്, അത് നമുക്ക്
പലർക്കും ഉൾക്കൊള്ളാൻ ഇവിടെ പറ്റിയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ അതൊരു മനുഷ്യന്റെ രക്തമല്ലേ, പല രീതിയിൽ പല രക്തങ്ങളുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഇത് വന്നിരിക്കും. പക്ഷെ പട്ടോളി അച്ഛൻ വരുന്നത് എല്ലാവർക്കും ഒരു ബഹുമാനമാണ്. ആ അച്ഛൻ വന്നു കയറുന്നത് ആ കുടുംബത്തിലൊരു ഐശ്വര്യമാണ് എന്നുള്ളതാണ് ഞാൻ കണ്ട് പഠിച്ചത്. അപ്പോൾ അച്ഛന്റെ തീരുമാനം എത്രയും വേഗം മാറ്റിക്കളയണം. അച്ഛൻ രാജിവെക്കാൻ കാര്യമില്ല. ഈ സമൂഹം നന്നാൻ നമ്മളൊരു കൊതുകോ കുറുമ്പോ വിചാരിച്ചാൽ നടക്കില്ല. ഇതൊക്കെ ഭരണങ്ങൾ പല രീതിയിലുണ്ട്. പക്ഷെ അച്ഛൻ ഈ തീരുമാനം അച്ഛൻ വിജയിക്കും. ഇത് രാജിവെച്ചിട്ടുള്ള അച്ഛൻ ഈ സമൂഹം നന്നാവാൻ പോകുന്നില്ല. അച്ഛൻ ഒരാൾ വിചാരിച്ചത് ഈ രാജ്യവും നന്നാവില്ല, ഈ സഭയും നന്നാവില്ല, കുടുംബവും നന്നാവില്ല. പിന്നെ പല ആൾക്കാരും അച്ഛൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും മനസ്സിൽ വളരെ വേദന ഇനിയും അച്ഛൻ കോരി തീ ഇടരുത്. അവർക്ക് അച്ഛനെ കൊണ്ട് ആവശ്യമാണ്. ഞങ്ങളുടെ ഇടവക്കും അച്ഛനെ കൊണ്ട് ആവശ്യമാണ്. ഞങ്ങളുടെ ഇടവയിൽ അച്ഛനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞ് വരാനൊക്കെ ആ മേടയിലേക്ക് വരാം. എല്ലാ കാര്യത്തിലും അച്ഛനോട് തുറന്നു പറയാം. എല്ലാത്തിനും അച്ഛനൊരു യേശുവിനെ പോലെ തന്നെ ഒരു ആശ്വാസമാണ്. പക്ഷെ യേശുവിനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഈ കാലത്ത് സമ്മതിക്കില്ല. ആൾക്കാർ പ്രവർത്തിച്ചാലും വിശ്വസിക്കില്ല. അതെന്തോ സർക്കസോ മാൻഡ്രിക്കോ എന്തോ കാണിച്ചാണെന്ന് വിചാരിക്കും. അന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് യേശുവിനെ കുറ്റം പറഞ്ഞവരാണ്, ക്രൂശിൽ തറച്ചവരാണ് ഈ ലോകം മുഴുവൻ, ഈ നാട്ടുകാർ, ഈ ക്രിസ്തീയ മതങ്ങളും എല്ലാം. പക്ഷെ അച്ഛനോട് ഞാൻ പറയുകയാണ്, ഈ ഇടവകയിലെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഇത്രയും നല്ലൊരു വാചകം എന്റെ മനസ്സിലേക്ക് വന്നതും ഈ അഗസ്ത്യനോസിന്റെ പുണ്യാളിന്റെ നടയിൽ വെച്ച് ഞാൻ അച്ഛന് പറഞ്ഞത്, അച്ഛൻ ഈ ഉദ്യമം രാജിവെക്കാൻ ശ്രമിക്കരുതും. അച്ഛൻ ഇനിയും ഭാവിയുള്ളതാണ്. അച്ഛൻ കുടുംബത്തെയും എല്ലാ നാടുകളിലും നടന്ന രോഗികളെയും ആശ്രിതരെയും സഹായിക്കുന്ന ഒരു അച്ഛൻ രാജിവെച്ച് ഒരു ഗുഹയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അച്ഛന്റെ കാല് പിടിച്ച് ഈ ഇടവകയിലെ എല്ലാവരും തന്നെ അച്ഛനോട് പറയാണ്, ഈ ഉദ്യമം അച്ഛൻ നടത്തരുത്. അച്ഛന് നല്ല കഴിവുണ്ട്. അച്ഛൻ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകും. അച്ഛനെ ദൈവം അനുഗ്രഹിക്കും. അച്ഛൻ ഈ രാജി എന്നുള്ള പദത്തിലേക്ക് അച്ഛൻ കയറി ചെല്ലുന്നത് ഒട്ടും ഉചിതമല്ല. അച്ഛനോട് ഞങ്ങൾ പറയുന്നു, ഒന്നടക്കം പറയാണ്, എന്തെല്ലാം പ്രശ്നമുണ്ടായാലും നമ്മൾ ചങ്കൂറ്റത്തോടെ നേരിട്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചെടുക്കണം. എന്റെ മക്കൾക്ക് രോഗമുണ്ടെന്ന് വിചാരിച്ച് ആ അമ്മയോ അപ്പനോ അവരെ ഉപേക്ഷിക്കുന്നില്ല. അവരുപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മരണം വരെ ആ സഭയെയും ആ മക്കളെയും കെട്ടിപ്പിടിച്ച് അച്ഛൻ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. അച്ഛന്റെ അമ്മയുടെയും നെഞ്ച് തകർത്തുകൊണ്ട് അച്ഛൻ ഉദ്യമത്തിനും കടക്കരുത് എന്ന് അച്ഛന്റെ കാല് പിടിച്ച് എന്റെ വ്യക്തിപരമായ പേരിലും ഈ ഇടവകയുടെ പേരിലും ഞാൻ വൈസ് ചെയർമാനായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അച്ഛൻ ഇതിന് ഉദ്യമിക്കരുത് എന്ന് ഞാൻ വിനീതമായി കേടപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഞാൻ കേരളത്തിൽ എറണാകുളത്ത് എൻ്റെ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഉണ്ടായിരിക്കും. യാതൊരു സംശയമില്ല. ഇതിൽ നിങ്ങൾക്കടക്കമുള്ള ആളുകൾക്ക് വലിയ, എൻ്റെ അമ്മയടക്കമുള്ള ആളുകൾക്ക് വലിയ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ പഠിപ്പിച്ചതായിരിക്കും. പക്ഷേ ക്രൈസ്തവ സമൂഹം എന്തെല്ലാം അബദ്ധങ്ങളാണ് പുരോഹിതരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരാൾ പോലും അതിനെതിരെ സംസാരിക്കില്ല. ഒരാൾ സംസാരിക്കില്ല. എറണാകുളത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള സംഭാഷണം നടക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രസ്ഥാനം ഇത്രയ്ക്ക് അബദ്ധമാകാൻ കാരണം ഈ കന്യാസ്ത്രീകളും നിങ്ങളുടെ സാധാരണ മനുഷ്യരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അമ്മച്ചി അടക്കമുള്ള ആളുകൾ അമ്മച്ചിയോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി അവിടെ ചെല്ലും കഴിച്ച് അമ്മച്ചി ഒരുപക്ഷെ ഇവിടുത്തെ തെറ്റ് ചെയ്ത ഈ മെത്രാന്മാരെക്കാൾ, ഭൂമിക്കച്ചവടത്തിൽപ്പെട്ട ബലാത്സംഗ കേസിൽപ്പെട്ട ഇവരെക്കാൾ ആദ്യം ശിക്ഷിക്കപ്പെടുക അമ്മച്ചിയായിരിക്കും. കാരണം നിന്റെ അന്ധത, നിങ്ങളുടെ അടിമത്തം, നിങ്ങളുടെ നിശബ്ദത, മഹാഭൂരിപക്ഷം പേര് നിശബ്ദരാണ്. അതാണ് ഈ തെമ്മാടിത്തരം ഇവിടെ തെളിക്കാൻ കാരണം, വളരാൻ കാരണം.
നിങ്ങൾക്കതിലൊരു പങ്കുണ്ട്, എൻ്റെ അമ്മയ്ക്കൊരു പങ്കുണ്ട്, നമുക്കൊരു പങ്കുണ്ട്. അതിൽ ആ നിശബ്ദതയാണ്, അതിനെ ഭേദിക്കുകയാണ്. ആ നിശബ്ദത അത് ഭീകരമാണ്, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണ്. ഇപ്പോൾ വളയാറുടെ കേസിന് ശേഷം ഇപ്പോൾ കോടതിയിൽ കേസ് വരാൻ 27 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. ആ പ്രദേശത്ത് 27 കുഞ്ഞുങ്ങൾ, അതിൽ 13 കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ ദുരൂഹമാണ്. 27 കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ ദുരൂഹമാണ്, 13 അതിഭീകരമാണ്. എന്താ ഈ കുഞ്ഞുങ്ങൾ? ഒരു സൈഡിൽ കൂടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, കുർബാനകൾ നടക്കുന്നു, പ്രാർത്ഥനകൾ നടക്കുന്നു. മഹാഭൂരിപക്ഷം പേര് മിണ്ടാതിരിക്കുകയാണ്. വളരെ സ്വസ്ഥം, സുഖം, പ്രാർത്ഥന വീട്, പ്രാർത്ഥന വീട്, കൊന്ത. എന്നിപ്പോൾ പറഞ്ഞ ഈ രാജി എന്ന് പറഞ്ഞത് ഒന്നും കൂടി ആലോചിച്ച് തീരുമാനിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ ഈ വൈദിക നിലയിൽ നിന്നുകൊണ്ട് ജനസേവനം നടത്താനായിട്ട് അച്ഛന് സാധിക്കുന്ന ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ്റെ ഈ രാജി തീരുമാനം ഒന്നുകൂടി പുനഃപരിശോധിക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ വിളിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അതിനുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ പതറാതെ നിൽക്കാനും നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും യേശുവിൻ്റെ നല്ല ശിഷ്യരായി ജീവിക്കാനും. യേശു എവറസ്റ്റ് കൊടിമുടിയുടെ മുകളിലാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ താഴെയാണ്. അവൻ്റെ അടുത്തേക്കുള്ള യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഉറച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. യേശുവിനെ തിരിച്ചറിയാതെ പോയ എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത മനുഷ്യർ അവസാനം അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. നമ്മുടെ കൂടെയുള്ള മനുഷ്യരിൽ യേശുവിനെ കാണണം. യേശു നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേലുള്ള കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കായി നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ, സുസ്തി.